ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തിക്കൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനം കേവലം ഒരു വാണിജ്യ നീക്കത്തിനപ്പുറം അമേരിക്കയുടെ വിദേശ നയത്തിനും മനുഷ്യാവകാശ നിലപാടുകളിലുമുള്ള പുതിയൊരു ദിശാബോധത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഈ ഉത്തരവിന്റെ വിവിധ വശങ്ങൾ, അതിന്റെ കാരണങ്ങൾ, സാധ്യമായ പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി അറിയേണ്ടിയിരിക്കുന്നു. ജൂലൈ 30-നാണ് ട്രംപ് ഈ ഉത്തരവിൽ ഒപ്പുവെച്ചത്. ബ്രസീൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷ, വിദേശ നയം, സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇത് കേവലം ഒരു പുതിയ തീരുവ ചുമത്തുന്നതിനേക്കാൾ ബ്രസീലിന്മേലുള്ള നിലവിലുള്ള തീരുവ 40% വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ബ്രസീലുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ അമേരിക്ക കൂടുതൽ കടുപ്പമുള്ള നിലപാടുകളിലേക്ക് കടക്കുന്നുവെന്ന് അർത്ഥം. ഉത്തരവിൽ ബ്രസീലിനെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ നിയമവാഴ്ചയെ അട്ടിമറിച്ച് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ്. മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോയെ രാഷ്ട്രീയമായി പീഡിപ്പിക്കുന്നത് ട്രംപ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്.